ഈ വീഡിയോയുടെ തംബ്നെയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതായത് പ്രതിമാസം നിങ്ങൾ 700 രൂപ, വെറും 700 രൂപ നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ 25 ലക്ഷം രൂപയുടെ കവറേജ് നിങ്ങൾക്ക് ലഭിക്കും. ഇത് കുറച്ച് അവിശ്വസനീയമായി തോന്നുന്നുണ്ടാവും അല്ലേ? പക്ഷെ ഒരിക്കലുമല്ല, ഇതാണ് യാഥാർത്ഥ്യം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് സരൾ ജീവൻ ഭീമാ യോജന, ആരൊക്കെയാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അതുകൂടാതെ എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ഈ ഒരു സ്കീം പ്രകാരം ഉപഭോക്താവിന് ലഭിക്കുന്നത്. അതുമാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്രതിമാസം 700 രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് 25 ലക്ഷം രൂപയുടെ കവറേജ് ലഭിക്കുന്നത് എന്നതിന്റെ ഒരു കാൽക്കുലേഷൻ കൂടെ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ബോസ് ഫോറം മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാശ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ് LICയുടെ സരൾ ജീവൻ ഭീമാ യോജന കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 2021 IRDAയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു സ്കീം അല്ലെങ്കിൽ ഈ ഒരു പോളിസി പ്ലാൻ ആരംഭിച്ചത്. ഇതൊരു സ്റ്റാൻഡേർഡ് ടേം ഇൻഷുറൻസ് പോളിസിയാണ്. അതായത് എല്ലാ ഇൻഷുറൻസ് കമ്പനികളിലും ഇത് സെയിം ആണ്. പക്ഷേ LIC അവരുടെ ബ്രാൻഡിൽ ഇത് ജനങ്ങൾക്ക് കൊടുക്കുന്നു. സരൾ എന്ന വാക്കിന്റെ അർത്ഥം സിമ്പിൾ അല്ലെങ്കിൽ എളുപ്പമായിട്ടുള്ള കാര്യം എന്നതാണ്. ഈ ഒരു സ്കീം കൊണ്ടുവരാൻ കാരണം, സരൾ ഭീമാ യോജന എന്ന് പറയുന്ന ഒരു പ്ലാൻ ലോഞ്ച് ചെയ്യാനുള്ള പ്രധാന കാരണം, ഇൻഷുറൻസ് കവറേജ് എന്ന് പറയുന്നത് ഏതൊരു സാധാരണക്കാരനും അഫോർഡബിൾ ആവണം, അല്ലെങ്കിൽ എല്ലാ സാധാരണക്കാർക്കും ഇൻഷുറൻസ് കവറേജ് എടുക്കാൻ അവർ പ്രേരിപ്പിക്കണം. അവർക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് മികച്ച കവറേജ് നൽകുന്ന ഒരു പോളിസി അവരിലേക്ക് എത്തിക്കണം എന്നുള്ള ലക്ഷ്യം കൊണ്ടാണ് ഈ ഒരു യോജന അല്ലെങ്കിൽ ഈ ഒരു സ്കീം ആരംഭിച്ചത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ പ്യുവർ റിസ്ക് പ്രൊട്ടക്ഷൻ പോളിസി. നിങ്ങൾ എല്ലാ മാസം എന്ന കണക്കിൽ അല്ലെങ്കിൽ ഓരോ വർഷവും എന്ന കണക്കിൽ ഫിക്സഡ് ആയിട്ടുള്ള ഒരു പോളിസി ഇതിലേക്ക് അടക്കുന്നു. നിർഭാഗ്യവശാൽ പോളിസി എടുക്കുന്ന ആൾ മരണപ്പെടുകയാണെങ്കിൽ ആരെയാണോ നമ്മൾ നോമിനിയാക്കി വെച്ചിരിക്കുന്നത് അവർക്ക് ഈ ഒരു സം അഷ്യൂർഡ് കിട്ടുന്നു. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്, ഈ സ്കീം പ്രകാരം നമ്മളൊരു പോളിസി എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സ്കീം പ്രകാരം ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങണമെങ്കിൽ നമ്മൾ എന്തൊക്കെ യോഗ്യതാ മാനദണ്ഡങ്ങളാണ് പാലിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഏറ്റവും കുറഞ്ഞ പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സാണ്. 18 വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ള എല്ലാവർക്കും, എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഈ ഒരു സരൾ ജീവൻ ഭീമാ യോജന പ്രകാരം പോളിസി എടുക്കാൻ സാധ്യമാണ്. അതുകൂടാതെ മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 65 വയസ്സാണ്. 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ള ഏതൊരു ആൾക്കും ഈ ഒരു സ്കീം പ്രകാരം പോളിസി എടുക്കാം. കൂടാതെ ഇതിന്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 70 വയസ്സാകുമ്പോഴാണ് ഇതിന്റെ മെച്യൂരിറ്റി പീരീഡിലേക്ക് എത്തുന്നത്. 5 മുതൽ 40 വർഷം വരെയാണ് പോളിസി ടേംസ് വരുന്നത്. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഈ 5 മുതൽ 40 വർഷത്തിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. മാത്രമല്ല ഇതിന്റെ സം അഷ്യൂർഡ് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെയാണ്. നിങ്ങൾ നിങ്ങളുടെ കരിയർ തുടങ്ങുന്ന ഒരു ഘട്ടത്തിലുള്ള ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ ചെറുപ്പക്കാരിയാണെങ്കിൽ, അതല്ല 10-40 വയസ്സുള്ള ഒരു പാരന്റ് ആണ് നിങ്ങൾ എങ്കിൽ, ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ലൈഫ് കവർ ആണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായും ദിസ് ഈസ് ദ റൈറ്റ് പ്ലാൻ ഫോർ യു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിന്റെ മോസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതായത് പ്രീമിയത്തെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ 25 വയസ്സുള്ള, പുകവലിക്കാത്ത ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്നിരിക്കട്ടെ. നിങ്ങൾ 20 വർഷത്തെ പോളിസി കാലയളവ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സം അല്ലെങ്കിൽ സം അഷ്യൂർഡ് എന്ന് പറയുന്നത് 25 ലക്ഷം രൂപയായിരിക്കും. അതായത് പ്രതിവർഷം നിങ്ങളുടെ പ്രീമിയം, അതായത് നിങ്ങൾ അടയ്ക്കേണ്ട ഒരു വർഷത്തെ പ്രീമിയം 8000 മുതൽ 8500 രൂപ വരെ ആയിരിക്കും. ഇത് ഒരു മാസത്തെ കണക്കാവുമ്പോൾ പ്രതിമാസം 700 രൂപയായിരിക്കും അടയ്ക്കേണ്ട പ്രീമിയം. ഇതിന് പകരമായിട്ട് ഇൻ കേസ് എന്തെങ്കിലും അൺഫോർച്ചുനേറ്റ് ആയിട്ട് സംഭവിക്കുകയാണെങ്കിൽ, അതായത് പോളിസി എടുത്ത ആൾ അകാലത്തിൽ മരണപ്പെടുകയാണെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിന് ആരാണോ പോളിസി എടുത്തത് ആ പോളിസിയുടെ നോമിനിക്ക് 25 ലക്ഷം രൂപ ഈ ഒരു സ്കീം പ്രകാരം തിരികെ ലഭിക്കുന്നു. സോ പ്രതിമാസ പ്രീമിയം 700 രൂപ, കവർ എന്ന് പറയുന്നത് 25 ലക്ഷം രൂപ, മൊത്തം അടയ്ക്കേണ്ട കാലയളവ് 20 ലക്ഷം രൂപ. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 700 രൂപ ഒരു മാസം എന്ന് പറയുന്നത് അത്ര വലിയ തുകയായിരിക്കില്ല. ഏതൊരു സാധാരണക്കാരും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു തുക മാത്രമാണ് പ്രതിമാസം 700 രൂപ. നമ്മൾ പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ കുടുംബത്തോടെ സിനിമക്ക് പോയാൽ ഇതിനൊക്കെ ചിലവാകുന്ന തുകയുടെ അത്രയും വരില്ല ഈ ഒരു പ്രതിമാസം പോളിസിക്ക്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെ സാമ്പത്തികമായി സുരക്ഷിതമാക്കി വെക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പോളിസി എടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു LICയുടെ ജീവൻ ഭീമാ യോജന പ്രകാരം നിങ്ങൾക്ക് പോളിസി എടുക്കാൻ സാധ്യമാണ്. നമുക്ക് ഈ ഒരു സ്കീം പ്രകാരം ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് കുറച്ച് ഡീപ്പായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ ഇതിന്റെ അഫോർഡബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. അതായത് ഏതൊരാൾക്കും, ഏതൊരു സാധാരണക്കാർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പോളിസി തുക, ഒരു പ്രീമിയം തുക മാത്രമേ ഇതിനകത്തുള്ളൂ. 700 രൂപ എന്ന് പറയുന്നത് ഈസ് നോട്ട് എ ബിഗ് എമൗണ്ട്. മാത്രമല്ല ഇതിന്റെ സിംപ്ലിസിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതൊരു സ്റ്റാൻഡേർഡ് പ്ലാൻ ആണ്. ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള ഹിഡൻ കാര്യങ്ങളും ഇല്ല, യാതൊരു വിധത്തിലുള്ള റിസ്ക്കും ഇൻവോൾവ് അല്ല. നിങ്ങൾ എന്താണോ LICയുടെ സൈറ്റിൽ കാണുന്നത് അല്ലെങ്കിൽ അവരെന്താണോ പറയുന്നത് അത് മാത്രമേ ഉള്ളൂ, അത് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. മാത്രമല്ല ഇതിന്റെ ഫ്ലെക്സിബിലിറ്റി, നിങ്ങൾ പ്രീമിയം അടക്കുന്നത് നിങ്ങൾക്ക് പ്രതിമാസം അടക്കാം, ഓരോ 3 മാസം കൂടുന്തോറും, അതായത് ക്വാർട്ടർലി അടക്കാം, 6 മാസം കൂടുമ്പോൾ ഹാഫ് ഇയർലി നിങ്ങൾക്ക് അടക്കാം, അതല്ല 1 വർഷം കൂടുന്തോറും നിങ്ങൾക്ക് അടക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെ സൗകര്യത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ സൗകര്യം, ഈ ഒരു ഫ്ലെക്സിബിലിറ്റി ഇതിനകത്തുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേയ്മെന്റ് പ്ലാൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. കൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ പോളിസി ടേം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെയുണ്ട്. 5 മുതൽ 40 വർഷം വരെയുള്ള കാലയളവാണ് ഇതിൽ പോളിസി ടേം ആയിട്ട് വരുന്നത്. നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോളിലും കണക്കായിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നും തിരഞ്ഞെടുക്കാം. ഉദാഹരണത്തിന് നിങ്ങളുടെ കുട്ടിയുടെ പഠനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ഗോളാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അതിനായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള ഗോളാണ്
എടുക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് കണക്കായിട്ടുള്ള കാലയളവ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. കൂടാതെ ഇൻകം ടാക്സിന്റെ സെക്ഷൻ 80C പ്രകാരം അടച്ച പ്രീമിയം ഡിഡക്റ്റബിൾ ആണ്. മാത്രമല്ല സെക്ഷൻ 10(10)D പ്രകാരം നോമിനിക്ക് ലഭിച്ച ക്ലെയിം സെറ്റിൽമെന്റ് ടാക്സ് ഫ്രീ ആണ്. യാതൊരു വിധത്തിലുള്ള ടാക്സും ആ ഒരു എമൗണ്ടിന് കൊടുക്കേണ്ടതായിട്ടില്ല. മാത്രമല്ല സാധാരണ നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് നമ്മുടെ ജോലി, വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾ പോളിസി തരുന്ന കമ്പനി അന്വേഷിക്കാറുണ്ട്, അല്ലെങ്കിൽ അതൊരു മാറ്ററാക്കി വെക്കാറുണ്ട്. പക്ഷേ ഇതിനകത്ത് അത്തരത്തിൽ യാതൊന്നുമില്ല. 18 വയസ്സ് മുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 60 വയസ്സ് 65 വയസ്സ് പ്രായമുള്ള ഏതൊരാൾക്കും യാതൊരു വിധത്തിലുള്ള യോഗ്യതാ മാനദണ്ഡങ്ങളും ഇല്ലെങ്കിൽ പോലും നമുക്ക് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇത്രയും നേരം നമ്മൾ ഈ ഒരു പോളിസിയുടെ ഗുണങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പോളിസിക്കുള്ള ഡ്രോബാക്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഒരു പോളിസി നിങ്ങൾ എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ്. മെച്യൂരിറ്റി വാല്യൂ ഇല്ല എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു റിസ്ക്. അതായത് പോളിസി ടേം അവസാനിക്കുന്നത് വരെ പ്രീമിയം എടുത്ത ആൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ യാതൊരു വിധത്തിലുള്ള പണവും തിരികെ ലഭിക്കില്ല. കാരണം ഇതൊരു റിസ്ക് കവറിംഗ് പ്ലാൻ ആണ്. കൂടാതെ മാക്സിമം കവർ എന്ന് പറയുന്നത് 25 ലക്ഷം രൂപയാണ്. ചില ആൾക്കാർക്ക് ഇത് പോരാതെ വരും, അല്ലെങ്കിൽ ഈ 25 ലക്ഷം രൂപ എന്ന് പറയുന്നത് അത്ര വലിയൊരു എമൗണ്ട് അല്ലാതെ കരുതുന്ന ആൾക്കാർ ഉണ്ടാവും. അത്തരത്തിലുള്ള ആളുകൾ മറ്റു ഓപ്ഷൻ തേടി പോകുന്നതായിരിക്കും നല്ലത്. കൂടാതെ അടക്കേണ്ട പ്രീമിയം പോളിസി എടുക്കുന്ന ആളുടെ പ്രായത്തെയും ആരോഗ്യത്തെയും അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. 25 വയസ്സ് പ്രായമുള്ള ഒരാൾക്ക് പ്രതിമാസം 700 രൂപയായിരിക്കും പ്രീമിയമായിട്ട് കൊടുക്കേണ്ടി വരിക. പക്ഷെ പ്രായം കൂടുന്ന സമയത്ത് പ്രീമിയം തുകയിൽ മാറ്റം വരാനോ സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാവും, ഞാൻ എന്തുകൊണ്ടാണ് ഇത് എടുക്കേണ്ടത് എന്ന്, ഞാൻ എന്തുകൊണ്ട് ഇത് കൺസിഡർ ചെയ്യണം, വൈ ഷുഡ് ഐ കൺസിഡർ ദിസ് എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ഇത് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു പോളിസി പ്രീമിയം അല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് കുറച്ച് പണം ഉണ്ടാക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഈ ഒരു പ്രീമിയം നിങ്ങൾക്കായിട്ടുള്ളതല്ല. പക്ഷെ കുടുംബത്തിന്റെ ഭാവി സാമ്പത്തികമായി സുരക്ഷിതമാക്കണം, നമ്മുടെ കാലശേഷം നമ്മുടെ കുടുംബത്തിന് സാമ്പത്തികമായി ബുദ്ധിമുട്ട് ഉണ്ടാവാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ഇത്. അതുകൂടാതെ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ചിലവ് എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇൻഫ്ലേഷനും ധാരാളമായിട്ട് ഉണ്ട്. ഈ ഒരു സമയത്ത് 5-10 ലക്ഷത്തിന്റെ കവറേജ് എന്ന് പറയുന്നത് പോരാതെ വരും. നമ്മുടെ കുടുംബം സുരക്ഷിതമാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഭാവിയിൽ കുറച്ചുകൂടെ സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കണമെങ്കിൽ 25 ലക്ഷം എന്ന് പറയുന്നത് അത്ര ചെറിയ തുകയുമല്ല, അത്ര വലിയ തുകയുമല്ല. പക്ഷേ ഒരു ഡീസന്റ് ആയിട്ടുള്ള എമൗണ്ട് ആണ് 25 lakhs. അതും 700 രൂപ പ്രതിമാസം പ്രീമിയത്തിന് ഇത്രയും എമൗണ്ട് കവറേജ് ലഭിക്കുന്നത് ഈസ് നോട്ട് എ ബാഡ് തിങ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ഇൻഷുറൻസ് കമ്പനികളിലും ഈ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ പോലും LICയിൽ നിന്നും ഇത് എടുക്കുന്നത് കുറച്ചുകൂടെ റിസ്ക് ഫ്രീ ആണ്. കാരണം LIC എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമാണ്. സോ LIC സരൽ ജീവൻ ബീമ യോജനയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. വളരെ റിസ്ക് ഫ്രീ ആയിട്ടുള്ള, യാതൊരു വിധത്തിലുള്ള ഹിഡൻ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നുമില്ലാത്ത ഒരു ഇൻഷുറൻസ് പോളിസിയാണ് LIC ജീവൻ ബീമ യോജന. പ്രതിമാസം 700 രൂപയ്ക്ക് 25 ലക്ഷത്തിന്റെ കവറേജ് നിങ്ങൾക്ക് ലഭിക്കുന്നു. 25 വയസ്സ് പ്രായമുള്ള ഒരാൾക്ക് ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ പ്രതിമാസ ചെലവുകളെ അല്ലെങ്കിൽ നമ്മുടെ സേവിങ്സിനെ ബാധിക്കാത്ത രീതിയിൽ വെറും 700 രൂപ ഒരു മാസം മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോളിസി എടുക്കാൻ സാധ്യമാണ്. ഒരു 700 രൂപ പ്രതിമാസം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ആവുന്നത് പോലും ഒരുപക്ഷെ നമ്മൾ അറിഞ്ഞേക്കില്ല. സോ അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള, അത്രയ്ക്ക് ഈസി ആയിട്ടുള്ള ഒരു പോളിസിയാണിത്. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു സ്കീം ഈസ് നോട്ട് എ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, ഇറ്റ് ഈസ് എ പ്രൊട്ടക്ഷൻ. ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് നിങ്ങളുടെ പണം വർദ്ധിക്കും, പക്ഷേ ഇൻഷുറൻസ് നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും നിങ്ങൾ മറക്കരുത്. ബോസ്വാല മലയാളത്തിന്റെ ഈ വീഡിയോ കണ്ടതിന് ഏവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. ബോസ്വാല, ബി ദ ബോസ്.